സോ നമ്മൾ ഈ റേഷ്യോ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുക. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവരുടെ ഓരോ യൂണിറ്റ് ഐറ്റംസിലും വെച്ചിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. ആ ബഡ്ജറ്റിൻ്റെ ടോട്ടലായിരിക്കും നമുക്ക് ഇവിടെ വരാം, മിനിമം ടു മിനിമം എന്ന് പറയുന്നത്. ഓരോരുത്തരും എത്രത്തോളം ഡിഫറൻ്റ് ഉണ്ട്, നമുക്ക് ഏത് പ്രൈസ് വരെ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. സോ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. PMCയുടെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത് സപ്ലൈ റേറ്റും ഇൻസ്റ്റാളേഷൻ റേറ്റും സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് BOQന് ഒറ്റ റേറ്റ് ആണെങ്കിൽ ഒറ്റ റേറ്റാണ് വരിക. യൂണിറ്റ് റേറ്റ് എടുക്കും, യൂണിറ്റ് റേറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഹലോ, എഗെയിൻ നമ്മളുടെ ഫോർമാറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെൻഡറിങ്ങിൽ ഉള്ള അനദർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോൺട്രാക്ടർ ബിഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പം ടെക്നോ കൊമേഴ്ഷ്യലായിട്ട് നമ്മളത് കമ്പയർ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ആരാണ് ലോവസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ലോവസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത്, തേർഡ് ലോവസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഓരോരുത്തരും എത്രത്തോളം ഡിഫറൻ്റ് ഉണ്ട്, നമുക്ക് ഏത് പ്രൈസ് വരെ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. സോ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റിൻ്റെ പേര്, പ്രൊജക്റ്റ് എന്താണെന്ന് ഉണ്ടാവും, ഡേറ്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിവിഷൻ, സീരിയൽ നമ്പർ. ഇത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമ്മറിയാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക് ഇതിലുണ്ടാവുക ഓരോ BOQ പാക്കേജസിൻ്റെ ഡീറ്റെയിൽസാണ്. ദെൻ കൺസൾട്ടൻ്റ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിനാണ് നമ്മൾ PMC ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതെത്രയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ കമ്പനീസ് ഇട്ട എമൗണ്ട്. ഓക്കെ, ഇവിടെ കമ്പനീസിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് വരിക. ദെൻ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് LOL ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞത് ലോവസ്റ്റ് ഓഫ് ലിമിറ്റാണ് പറയുന്നത്. കമ്പനി 2 എമൗണ്ട്, കമ്പനി 3 എമൗണ്ട്, ഇങ്ങനെ ഓരോ കമ്പനീസ് വെച്ചിട്ട് നമ്മളിവിടെ മിനിമം ടു മിനിമം ഉണ്ടാവും. മിനിമം ടു മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PMCയുടെ ബഡ്ജറ്റ് കമ്പനി 1ൻ്റെ ടോട്ടൽ എമൗണ്ട്, കമ്പനി 2ൻ്റെ ടോട്ടൽ എമൗണ്ട്, കമ്പനി 3ൻ്റെ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും. ഇവരുടെ ഓരോ യൂണിറ്റ് ഐറ്റംസിലും വെച്ചിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. ആ ബഡ്ജറ്റിൻ്റെ ടോട്ടലായിരിക്കും നമുക്ക് ഇവിടെ വരാം, മിനിമം ടു മിനിമം എന്ന് പറയുന്നത്. സോ ഏറ്റവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം A എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ X എന്ന് പറഞ്ഞ ഐറ്റത്തിന് 1 രൂപ ഇട്ട്, B എന്ന് പറഞ്ഞ കോൺട്രാക്ടർ X എന്ന് പറഞ്ഞ ഐറ്റത്തിന് 3 രൂപ ഇട്ട്, C എന്ന് പറഞ്ഞ കോൺട്രാക്ടർ X എന്ന് പറഞ്ഞ ഐറ്റത്തിന് 5 രൂപ ഇട്ട്. ഓക്കെ, ഇത് യൂണിറ്റ് റേറ്റിൽ 1, 3, 5 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഈ ഒരു ലൈൻ ഐറ്റത്തിന് ഏറ്റവും കുറവായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന എത്ര പൈസക്കാണ്, 1 രൂപക്കാണ്. ഇനി ഇതേ കോൺട്രാക്ടർ A എന്ന് പറഞ്ഞ കോൺട്രാക്ടർ Y എന്ന് പറഞ്ഞൊരു ഐറ്റത്തിന് 5 രൂപ ഇട്ട്, B എന്ന് പറഞ്ഞ കോൺട്രാക്ടർ Y എന്ന് പറഞ്ഞ ഐറ്റത്തിന് 3 രൂപ ഇട്ട്, C എന്ന് പറഞ്ഞ കോൺട്രാക്ടർ Y എന്ന് പറഞ്ഞ ഐറ്റത്തിന് 1 രൂപ ഇട്ട്. സോ A എന്ന് പറഞ്ഞ കോൺട്രാക്ടറിൻ്റെ X എന്ന് പറഞ്ഞ ഐറ്റം എനിക്ക് A എന്ന് പറഞ്ഞ കോൺട്രാക്ടറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അതാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. ദെൻ Y എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ C എന്ന് പറഞ്ഞ കോൺട്രാക്ടറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അതെനിക്ക് 1 രൂപ കിട്ടും. സോ A എന്ന കോൺട്രാക്ടറിൻ്റെ ആണ് ഫസ്റ്റത്തെ X എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ മിനിമം വാല്യൂ, Y എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ മിനിമം വാല്യൂ C എന്ന് പറഞ്ഞ കോൺട്രാക്ടറിൻ്റെ ആണ്. ആ മിനിമം വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മിനിമം ടു മിനിമം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഇടുക. സോ ഈ മിനിമം ടു മിനിമം പ്രൈസ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസ്. ആ പ്രൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ വർക്കിൻ്റെ, ഓക്കെ, അതായത് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഈ മിനിമം ടു മിനിമം ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നമ്മളുടെ ലോവസ്റ്റ് ലിമിറ്റഡ്. ദാറ്റ് മീൻസ് ഈ പ്രൈസാണ് ഏറ്റവും ബോട്ടം ലൈനായിട്ടുള്ള പ്രൈസ്. ഈ പ്രൈസിൽ നമുക്ക് വർക്ക് കിട്ടുകയാണെങ്കിൽ ആ വർക്കായിരിക്കും നമുക്ക് ഏറ്റവും ബോട്ടം ലൈനിലുള്ള, ഇതൊരിക്കലും കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവരുടെ ഒരു വർക്ക് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇടുകയാണ്.
സി എന്ന് പറഞ്ഞ കോൺട്രാക്ടറിൻ്റെ വാല്യൂ ഒരു 1 million ആണ്. ഓക്കെ, സോ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ 500K ആണ്. ഓക്കെ, സോ ലോസ്റ്റ് ഓഫ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ, സോ എനിക്കിവിടെ 200% കിട്ടും. ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി 3 ടോട്ടൽ എമൗണ്ട് ചെയ്തിരിക്കുന്നത് 1 million ആണ്. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 500K ആണ്. ദാറ്റ് മീൻസ് ഇവരുടെ പ്രൈസ് 200% കൂടുതലാണ്. ഇനി ഞാൻ കമ്പനി 2ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 750K ആണ്. ലോവസ്റ്റ് എമൗണ്ട് എത്രയാണ് വരുന്നത്? ഇത് ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് എമൗണ്ട്. ഓക്കെ, ഇനി കമ്പനി 4 എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 550 ആണ് ചെയ്തുള്ളത്. ഓക്കെ, ഇവരുടെ ലോവസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഇതാണ്. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 550 ആണ് ഇവിടെ ലോവസ്റ്റ്, 750 ആണ് വേറൊരു എമൗണ്ട് വരുന്നത്, 1 million ആണ് കമ്പനി 3യുടെ വരുന്നത്. സോ എനിക്ക് ഈ കമ്പനീൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പം 200% ആണ് നിങ്ങളുടെ പ്രൈസ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റിനും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും ഡബിളാണ് നിങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? കമ്പനി 2ൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 1.5 times നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ്. യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ്. ഇവിടെ പറയുമ്പോൾ 10% കൂടുതലാണ്, അപ്പോൾ നിങ്ങളത് കുറക്കണം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. എല്ലായിടത്തും നമ്മൾ എന്താ അറിയേണ്ടത്? നമ്മളുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പം ബഡ്ജറ്റ് മേ ബി ഡിഫറെൻറ്റ്. കാരണം എന്താണെന്ന് മാർക്കറ്റിൽ അസ്യൂംഡ് വാല്യൂ ആണ് ബഡ്ജറ്റ്. ഇവിടെ നമ്മൾ ലോവസ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്താണ് വരുന്നത്? മാർക്കറ്റിൽ ഏറ്റവും കുറവ് ഓരോരോ ഐറ്റത്തിന് എത്രയാണ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് മിനിമം ടു മിനിമം ഇതൊക്കെ എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ BOQൻ്റെ ഓരോ ലൈൻ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. സീരിയൽ നമ്പർ, ഐറ്റം ഡിസ്ക്രിപ്ഷൻസ്, യൂണിറ്റ് മെഷർമെൻറ്റ്, ക്വാണ്ടിറ്റീസ്. എന്നിട്ട് PMCയുടെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത് സപ്ലൈ റേറ്റും ഇൻസ്റ്റാളേഷൻ റേറ്റും സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് BOQന് ഒറ്റ റേറ്റ് ആണെങ്കിൽ ഒറ്റ റേറ്റ് ആണ് വരിക. യൂണിറ്റ് റേറ്റ് എടുക്കും. യൂണിറ്റ് റേറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിൽ PMCയുടെ ബഡ്ജറ്റ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യും. എന്നിട്ട് PMCയുടെ ടോട്ടൽ എമൗണ്ട് എടുക്കും. എന്നിട്ട് PMCയുടെ ലോസ്റ്റ് ഓഫ് ലോസ്റ്റ് എടുക്കും. എന്തുകൊണ്ടാണ്? PMCയുടെ റേറ്റും വെച്ചിട്ട് നമ്മൾ, അതായത് കൺസൾട്ടൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രൈസും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ദെൻ കോൺട്രാക്ടർ 1ൻ്റെ യൂണിറ്റ് റേറ്റ്, ഇൻസ്റ്റാളേഷൻ റേറ്റ്, ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ യൂണിറ്റ് റേറ്റ്, ടോട്ടൽ എമൗണ്ട്, അഗെയിൻ പെർസെൻറ്റേജ് ലോസ്റ്റ് ഓഫ് ലോസ്റ്റ്. പെർസെൻറ്റേജ് ലോസ്റ്റ് ഓഫ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ 1A എന്ന് പറഞ്ഞ ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് SQM, ക്വാണ്ടിറ്റി ലെറ്റ്സ് സേ 100, സപ്ലൈ പ്രൈസ് 30, നമ്മുടെ ബഡ്ജറ്റാണ്, PMC ബഡ്ജറ്റാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റാളേഷൻ ലെറ്റ്സ് സേ 10. സോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് സപ്ലൈ പ്രൈസ് പ്ലസ് ഇൻസ്റ്റാളേഷൻ പ്രൈസ്. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു നമ്മളുടെ ക്വാണ്ടിറ്റി. ഇതായിരിക്കും എന്ത്? ബഡ്ജറ്റ് കോസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ കോൺട്രാക്ടർ 1ൻ്റെ സപ്ലൈ റേറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 50 rupees. സോ ഞാൻ കോൺട്രാക്ടർ 1ൻ്റെ പ്രൈസ് 50 ഇട്ടു, ഇൻസ്റ്റാളേഷൻ റേറ്റ് 30 ഇട്ടു. സോ ടോട്ടൽ എന്ന് പറയുന്നത് 80 rupees ആണ്.
സോ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 8,000 വന്നു. ലോഫ്റ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരും. ഇവിടെ ഒരു 60 റുപ്പീസ്, 20 റുപ്പീസ്. ഞാൻ ജസ്റ്റ് റാൻഡം പ്രൈസ് ഇടുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫോർമുലാസ് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നതെന്നുള്ളത്. ലോവസ്റ്റിൽ സപ്ലൈയുടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ഇൻസ്റ്റാളേഷൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ടോട്ടൽ ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും ലോവസ്റ്റുള്ള ക്വാണ്ടിറ്റി, ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ബി ഒരു ഐറ്റം കൂടി ഇടുകയാണ്. ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ക്യൂബിക് മീറ്ററാണ്. ലെറ്റ്സ് ഒരു 20 ക്വാണ്ടിറ്റി. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 100, ഇൻസ്റ്റാളേഷൻ 50, ഇവിടെ 40, ഇവിടെ 20, ഇവിടെ 100, 75. ഞാൻ ജസ്റ്റ് ഒരു റാൻഡം പ്രൈസ് ഇടുകയാണ് ഇവിടെ. ഇവിടെ 42, 10. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഒന്ന് സ്ക്വയർ മീറ്റർ, ക്യൂബിക് മീറ്റർ. ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് 100, 20. നമ്മൾ ബി ഒ ക്യൂൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ നമ്മൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് എ എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ സപ്ലൈ റേറ്റ് 30, ബി എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ സപ്ലൈ റേറ്റ് 100, ഇൻസ്റ്റാളേഷൻ റേറ്റ് 10, 50. സോ ടോട്ടൽ ബഡ്ജറ്റ് കോസ്റ്റ് റേറ്റ് 40 and 150. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് 4,000, 3,000. ഇവിടെ 100, 300 എന്ന് വന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 മീൻസ് ഇവിടെ നമ്മൾ മിനിമം ഓഫ് സപ്ലൈ വാല്യൂ ആണ്. മിനിമം ടു മിനിമത്തിൽ നമ്മളിവിടെ ഫോർമുല നോക്കുകയാണെങ്കിൽ മിനിമം ഓഫ് വാല്യൂ, അതായത് PMC ബഡ്ജറ്റ് കമ്പനി 1, കമ്പനി 2, കമ്പനി 3 ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എവിടെയാണോ വരുന്നത് അതാണ് ഇവിടെ നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും ലോവസ്റ്റിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. അതനുസരിച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, നമ്മളുടെ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് 100 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇതാണ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ്, റൈറ്റ്? അതുകൊണ്ടാണ് ഇവിടെ 100 വന്നിട്ടുള്ളത്. താഴത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 300 ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൻ്റെ 3 times ആണ് ഈ പ്രൈസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ കമ്പനി 1ൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 1ലാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത്. ബട്ട് എ എന്ന് പറഞ്ഞ ഐറ്റത്തിൻ്റെ പ്രൈസ് കമ്പനി 1ൽ ഡബിളാണ്. കമ്പനി 2ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഐറ്റം ഡബിളാണ് വന്നിട്ടുള്ളത്, സെക്കൻഡ് ഐറ്റം 350%, 3.5% ടൈംസ് ഡബിളാണ്. കമ്പനി 3ൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഐറ്റം 4 times ഡബിളാണ്, സെക്കൻഡ് ഐറ്റം 104 times, അതായത് 1.04 times ഡബിളാണ്. സോ നമ്മൾ ഈ റേഷ്യോ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുക. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കമ്പനി 1ൻ്റെ അടുത്തുനിന്ന് വാങ്ങുകയാണെങ്കിലാണ് നമുക്ക് ലാഭം. എ എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ബഡ്ജറ്റിലാണ് ഏറ്റവും കുറവുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തിട്ടുള്ള പ്രൈസാണ് കുറവുള്ളത്. സോ ഈ പ്രൈസും കൂടിയിട്ട് തരുന്നൊരു കമ്പനി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഏറ്റവും കുറവ് പ്രൈസിൽ കിട്ടും. അതാണ് നമ്മളത് മിനിമം ടു മിനിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയൽ കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഐഡിയൽ കേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കമ്പനീസിൻ്റെ അടുത്തുനിന്ന് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം ഈ മിനിമം ടു മിനിമം. അതാണ് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഏറ്റവും കുറഞ്ഞ പൈസക്ക് നമുക്ക് ടെൻഡർ അവാർഡ് ചെയ്യാൻ പറ്റും.
ക്വാളിറ്റിയിലും ഇതൊക്കെ നമ്മൾ കമ്പനി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കമ്പനി കൊടുക്കുക. പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും കുറഞ്ഞ പൈസ കിട്ടും. സോ എന്തിനാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരിക എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ.